ഹായ് നമസ്കാരം, ദാസേനാണ് തൃശ്ശൂരിൽ നിന്ന്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ എന്തായാലും അത് മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം, ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം വലിയ മൈലേജ് തന്നെയാണ് കിട്ടുന്നത്. കാരണം എമ്പുരാൻ എന്ന സിനിമ ഇത്ര നല്ലൊരു പ്രൊമോഷന് മെറ്റീരിയൽ വേറെ കിട്ടാനില്ല. ഞാനത് കൃത്യമായി പറഞ്ഞ് ചെയ്ത പോലെയുണ്ട് സംഭവങ്ങൾ. ഇത് ബുദ്ധിയുള്ളവർ പറഞ്ഞാൽ മനസ്സിലാവും. അതായത് എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ വരാനിരിക്കുന്നു മാർച്ചിൽ. ഇനി ഏകദേശം ഒരു മാസം മാത്രമേ ഉള്ളൂ സമയം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വിഷയങ്ങൾ എന്ന് സ്ഥിരമായിട്ട് ഇനി ആ സിനിമ ഇറങ്ങുന്നത് വരെ ഈ ചർച്ചകളും കാര്യങ്ങളായി നിൽക്കുമ്പോൾ അതിൽ ലൈവായിട്ട് അവർക്ക് നല്ല രീതിയിൽ പ്രൊമോഷനാണ്. അല്ലെങ്കിൽ ആൻ്റണി പെരുമ്പാവൂരിന് ലക്ഷങ്ങൾ കോടികൾ ചിലവാക്കേണ്ട പരസ്യം വളരെ സിമ്പിളായിട്ട് ഈ വിഷയം ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ കാരണക്കാരനായ സുരേഷ് കുമാർ ഇതും കൂടി ഇവരുടെ ഫ്രണ്ടാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. വർഷങ്ങളായിട്ടുള്ള ഇവരുടെ ഫ്രണ്ട്സാണ്. ഈ മോഹൻലാൽ ലാലേട്ടൻ്റെ അടുത്ത സുഹൃത്താണ് സുരേഷ് കുമാർ. അവരുടെ പണ്ടത്തെ സനൽകുമാർ, സുരേഷ് കുമാർ സിനിമകൾ, രേവതി കലാമിന്ദറിൻ്റെ സിനിമകൾ, ഇതൊക്കെ ഇവരുടെ സിനിമകൾ ഒക്കെ മോഹൻലാലായിരുന്നു നായകൻ. ഇവരെ ഒരു നായർ ബെൽറ്റ് ഉണ്ട്, തിരുവനന്തപുരം ബെൽറ്റ് എന്ന് പറഞ്ഞാൽ സുരേഷ് കുമാർ, അതുപോലെ തന്നെ രാജീവ് കുമാർ, പ്രിയദർശൻ, അങ്ങനെ ഒരു ടീമുണ്ട് ഇവർ. ആ ടീം തന്നെയാണ് ഇവർ. അപ്പോൾ ഇവരൊരിക്കലും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പണിയല്ല ഇത്, അല്ല അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നൊരു പണി തന്നെയാണിത്. അപ്പോൾ ഇങ്ങനെ ഒരു ബോംബ് പൊട്ടിച്ചാൽ, അതായത് ഈ അടുത്ത കാലത്ത് വന്നുള്ള സിനിമകളൊക്കെ പരാജയമാണ്, കോടികൾ ചിലവാക്കിയാൽ അത്രയും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കുമ്പോൾ അതിനെപ്പറ്റി ചർച്ച വരും. അതുപോലെ തന്നെ സിനിമാ വ്യവസായം നിർത്താൻ പോവാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നു. സിനിമ എന്താ പറയുക, സ്ട്രൈക്ക് കൊണ്ടുവരാൻ പോവാണ്, സമരം വരാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ കുറേ കഥകൾ വന്നതാണ്. സ്ട്രൈക്ക് നടത്തിയാൽ ആർക്ക് വിഷമം? പ്രൊഡ്യൂസേഴ്സിന് അല്ലെങ്കിൽ സിനിമയിൽ പ്രവർത്തിക്കുന്നവർക്കാണ് വിഷമം. ഞങ്ങളെപ്പോലുള്ളവർക്ക്, നമ്മളെപ്പോലുള്ള പ്രേക്ഷകർക്ക് ഒരു തേങ്ങയും മുഴുവൻ സംഭവിക്കാല്ലേ. അപ്പോൾ ഈ വിഷയം ഇങ്ങനെ ആളി കത്തിച്ചു. അപ്പോൾ അതിന് മറുപടി ആൻ്റണി പെരുമ്പാവൂർ പറഞ്ഞു. അപ്പോൾ ഈ പൃഥ്വിരാജ് ഏറ്റെടുത്തു, ഉണ്ണിമുഖം തന്നെ ഏറ്റെടുത്തു. പൃഥ്വിരാജ് ഏറ്റെടുക്കാന്ന് പറഞ്ഞാൽ സിനിമയുടെ സംവിധായകനാണ്, നിർമ്മാതാവ് ആൻ്റണി പെരുമ്പാവൂരാണ്. അപ്പോൾ അതിന് എന്താ പറയുക, ഒന്നും കൂടി പ്രശ്നം രൂക്ഷമാക്കാൻ വേണ്ടിയിട്ട് സുരേഷ് കുമാർ പറയുന്നു, ആൻ്റണി പെരുമ്പാവൂർ സിനിമ കാണാനായിട്ട് മുമ്പ് ഞാൻ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ആളാണെന്ന് പറയുന്നു. ഈ ആൻ്റണി പെരുമ്പാവൂർ എന്ന് പറഞ്ഞാൽ ഒരു ഡ്രൈവർ ആയിരുന്ന വ്യക്തി, ലാലേട്ടൻ എന്ന സാധു മനുഷ്യനാണ് ശരിക്കും പറഞ്ഞത് ലാലേട്ടൻ. അദ്ദേഹത്തെ കൂടി അങ്ങനെ സിനിമ, അദ്ദേഹത്തെ വെച്ച് സിനിമ ചെയ്തുകൊണ്ട് നല്ലൊരു ബിസിനസ്സുകാരനായിട്ട് മാറി, ഓഡീഷനായി മാറി. പണ്ട് നമ്മൾ സിനിമ കണ്ടിട്ടുണ്ട്, ജയൻ്റെ സിനിമ. ആ സിനിമയിൽ ശരപഞ്ചരൻ എന്നാണ് സിനിമയിലെ പേര്. ആ സിനിമയിൽ കുതിരക്കാരനായി വന്ന് വീട്ടുകാരനായ കഥയാണ് ആ സിനിമയിലെ കഥ. ഷീലയുടെ ഭർത്താവ്, പ്രായമായ ഭർത്താവ്, ആ വീട്ടിൽ നല്ല ശരീരമൊക്കെ ഉള്ള, കട്ടയുള്ള, നല്ല ആരോഗ്യ ദൃഢഗാത്രനായിട്ടുള്ള കുതിരേനെ മെരുക്കാൻ വേണ്ടി വന്ന ആള് പിന്നീട് ഷീലയുടെ ഭർത്താവുകയും അങ്ങനെയുള്ള സംഭവമാണ് ആ സിനിമ. അതേപോലെ തന്നെ ഡ്രൈവറായി വന്ന് ഇന്ന് മലയാള സിനിമ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് തന്നെ വർഷങ്ങളായിട്ട് അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം ഉള്ള കാര്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ആൻ്റണി പെരുമ്പാവൂർ നല്ല കഴിവുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കഴിവ് തന്നെയാണ് മോഹൻലാലിൻ്റെ വിജയവും. കാരണം മോഹൻലാൽ എന്ന് പറഞ്ഞ നടനെ പലരും പറ്റിക്കാറുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുന്നു, ബന്ധങ്ങളുടെ പേരിൽ സിനിമയിൽ അഭിനയിക്കുന്നു, ചിലപ്പോൾ പ്രതിഫലം പോലും വാങ്ങാത്ത വ്യക്തിയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് കുറേയൊക്കെ. അപ്പോൾ ആ സമയത്ത് കൃത്യമായിട്ട് ഇദ്ദേഹം ഇടപെട്ട് കൃത്യമായിട്ട് അതിനൊരു ആശീർവാദം, അതിന് മുമ്പ് പ്രണവം എന്നൊക്കെ പറഞ്ഞിട്ട് മോഹൻലാലിൻ്റെ സിനിമ കമ്പനിക്ക് ഉണ്ടെങ്കിലും ആശീർവാദം വന്നതോടുകൂടി ആൻ്റണി പെരുമ്പാവൂർ അത് കംപ്ലീറ്റ് ഏറ്റെടുത്തുകൊണ്ട് എല്ലാ നല്ലൊരു സിനിമ നിർമ്മാതാവ്, അല്ലെങ്കിൽ കഥ കിട്ടി, അല്ലെങ്കിൽ കഥ കിട്ടുകയാണെങ്കിൽ അതിനെ ആ സിനിമയുടെ നിർമ്മാതാവുകയും പരമാവധി സിനിമകൾ അന്നത്തെ കാലത്തൊക്കെ, ഇപ്പോഴാണ് പിന്നീട് പരാജയം അറിഞ്ഞു തുടങ്ങിയത്. അന്നത്തെ കാലത്തെ സിനിമകളൊക്കെ വിജയം തന്നെയായിരുന്നു, കോടികൾ സമ്പാദിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് കൃത്യമായിട്ട് മോഹൻലാലിനെ ഉയർത്തി ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ആൻ്റണി പെരുമ്പാവൂർ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ആൻ്റണി പെരുമ്പാവൂരിനെ ഇവിടെയും കുറ്റപ്പെടുത്തുന്നില്ല കേട്ടോ. ഇവിടെ ആൻ്റണി പെരുമ്പാവൂരിനെ കുറ്റപ്പെടുത്തുന്നില്ല, നല്ല കഴിവുള്ള വ്യക്തി തന്നെയാണ്. ഇവിടെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന മമ്മൂട്ടി കമ്പനി, അല്ല മമ്മൂക്കയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന നിർമ്മാതാക്കൾ വരെ മമ്മൂക്കയുടെ സിനിമ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ തട്ടിടുക എന്ന് മാത്രമാണ് ആലോചിക്കാറുള്ളൂ. ആ സിനിമ എങ്ങനെ നല്ല സിനിമയായപ്പോലും പൊളിച്ചു കൊടുക്കാനാണ് കൂടെ നിൽക്കുന്നവർക്ക് താല്പര്യമുള്ളൂ. പക്ഷെ ആൻ്റണി പെരുമ്പാവൂർ ഒരു സിനിമ ആവറേജ് ഒരു 50% ഓക്കെ ആയാൽ മതി, ബാക്കിയുള്ള കാര്യമൊക്കെ ആൾ ഏറ്റെടുത്തുകൊണ്ട് അത് 100 ശ്രമിക്കും. ഇവിടെ മമ്മൂക്കയുടെ സിനിമ, മമ്മൂക്കയുടെ കൂടെയുള്ള ആൾക്കാർ 50% ആയാൽ അതിനെ
10% കൊണ്ടുവരാനാണ് ശ്രമിക്കാറുള്ളത്. നമുക്ക് പേരെടുത്തൊന്നും പറയണില്ല, 1-2 പേര് ഉണ്ട്. എന്ന് ആലോചിക്കുക, ജെ കൂടെ നടന്ന് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെ ആളുടെ കൂടെയുള്ളവരെല്ലാവരും അങ്ങനെ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഏജയാണ്. പക്ഷേ ഏജാനെ ഇപ്പോഴും കൊണ്ടു നടക്കുന്നുണ്ട്. ഏജയുടെ സിനിമയിലാണ് ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ AP ആന്റണി പെരുമ്പാവൂർ ആ കാര്യത്തിലൊക്കെ മിടുക്കം തന്നെയാണ്. എന്തായാലും നമ്മളുള്ള കാര്യം പറയണമല്ലോ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നമ്മൾ പൊട്ടന്മാരാണെന്ന് പറയുള്ളൂ. എന്തായാലും ആ സിനിമ എന്തായാലും നമ്മളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ സിനിമ വിജയിക്കേണ്ടതും കൂടെ ഒരു മലയാളം സിനിമയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഈ സിനിമ വിജയിക്കേണ്ടത് തന്നെയാണ്. ഇത്രയും കോടികൾ മുതൽ എടുത്ത് ചെയ്യുന്ന സിനിമയാണല്ലോ, ഇത്രയും കോടികൾ ചിലവാക്കി ചെയ്യുന്ന സിനിമയാണ്. നമുക്ക് കാരണം ഇങ്ങനെ രണ്ടാം ഭാഗം ഇറങ്ങുന്ന സിനിമകളൊന്നും അങ്ങനെ വിജയിക്കാറില്ല. മലയാളികൾ പ്രത്യേകിച്ചും എന്തെങ്കിലും കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ പോകുന്നവരാണ്. എന്തെങ്കിലും ഡ്രോബാക്ക് ഉണ്ടെങ്കിൽ ആ സിനിമ ചെറിയ ഒരു വീഴ്ച മാത്രം വന്നാൽ മതി. ഓവർ എക്സൈറ്റ്മെൻറ്റ് ചെയ്യുന്ന സിനിമകളൊന്നും വിജയിക്കാറില്ല. അതുകൊണ്ട് ഉള്ള പ്രശ്നം മാത്രമാണ്. എന്തായാലും അവർക്ക് ഇത്രയധികം കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അത്രമാത്രം നന്നായി ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഈ ചർച്ചകളൊക്കെ ഇപ്പോൾ മറുനാടൻ മലയാളി എന്നൊക്കെ പറഞ്ഞ ചാനൽ ഒക്കെ ഈ വിഷയത്തിനൊക്കെ വലിയ കാര്യത്തിൽ ഏറ്റെടുത്തിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇപ്പോൾ പുതിയതായിട്ട് കണ്ടുപിടിച്ചാണ് 20 കോടി രൂപയാണ് മോഹൻലാൽ, അല്ലെങ്കിൽ 25 കോടി രൂപയാണ് മോഹൻലാലിൻ്റെ പ്രതിഫലം എന്നുള്ള സംഭവം. 25 കോടി രൂപയാണ് മോഹൻലാലിൻ്റെ പ്രതിഫലമെങ്കിൽ മോഹൻലാൽ പുറമെ പോയി അഭിനയിച്ചെങ്കിലല്ലേ 25 കോടി പ്രതിഫലം വാങ്ങുന്നുള്ളൂ. ഇതിപ്പോൾ എല്ലാ സിനിമകളും സ്വന്തം സിനിമയാകുമ്പോൾ 25 കോടി പ്രതിഫലം എന്ന് ആരാണ് ഈ കണക്ക് മറുനാടൻ മലരന് പറഞ്ഞു കൊടുത്തതെന്നറിയില്ല. അതുപോലെ മമ്മൂട്ടിക്ക് 15 കോടിയും ഓവർസീസും ആണെന്നും ഈ മലരനാരെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ആരാണ് കണക്ക്? അതുപോലെ കുറേ പേരെ കണക്ക് എഴുതി പറഞ്ഞിട്ടുണ്ട്. ഫഹദ് ഫാസിലിൻ്റെയും ടൊവിനോ തോമസിൻ്റെയും പൃഥ്വിരാജിൻ്റെ ഒക്കെ കണക്കുകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ദുൽഖർ സൽമാൻ്റെ കണക്ക് അവന് കിട്ടിയില്ല, കാരണം മലയാളത്തിൽ ദുൽഖർ സൽമാൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അവനത് തെലുങ്കന്മാർ കണക്ക് കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഇതൊക്കെയാണ് മലരൻ അലക്കുന്നത്. ഇവരൊക്കെ ഒരു ടീമാണെന്ന്, ഇവരൊക്കെ പ്ലാൻഡായിട്ട് കളിക്കുന്ന കളിയാണ് ഇതൊക്കെ മനസ്സിലാക്കാൻ. വേറെ ഞാൻ MA വരെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ പറയുന്ന പോലെ MA വരെ പഠിക്കുന്നു വേണ്ടാന്ന് നമ്മൾ സാധാരണ പറയും. ഞാൻ MA വരെ പഠിച്ചില്ലെന്ന് മാത്രം. അപ്പോൾ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും വിവാദങ്ങൾ രൂക്ഷമാകട്ടെ. അപ്പോൾ മമ്മൂട്ടിക്ക് 15 കോടിയും പിന്നെ മറ്റേ പുറത്തേക്കുള്ള വിതരണം അതായത് ഔട്ട്സൈഡ് കോടികളാണ് പറയുന്നത്. അപ്പോഴേക്കും ശാന്തി വളി ദിനേശൻ ഇന്നൊരു വീഡിയോ ഞാൻ കണ്ടപ്പോൾ 25 കോടി എന്ന് പറഞ്ഞത് 30 കോടിയാക്കി ശാന്തി വിള. മമ്മൂട്ടിക്ക് 15 ഓവർസീസും. മോഹൻലാലിന് 25 കോടിയെന്ന് മറുനാടൻ പറഞ്ഞപ്പോൾ ശാന്തി വിള 5 കോടി കൊണ്ട് കൂട്ടി സിമ്പിളായിട്ട് 30 കോടിയാക്കി. ഇവരൊക്കെ ഒരു ഗ്യാങ്ങാണ് ശരിക്കും പറഞ്ഞത്. ഇവരൊക്കെ ഒരു ഗ്യാങ്ങായിട്ടാണ് ഈ സിനിമകളൊക്കെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത്. എന്തായാലും പ്രൊമോട്ട് ചെയ്യട്ടല്ലേ. മമ്മൂക്ക ടീം പ്രൊമോഷൻ ഇല്ല, ഒന്നുമില്ല. മമ്മൂക്ക 200 കോടി ചെയ്തുള്ള സിനിമയാണെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടാവും. ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ? അതിന് ഒരു ചർച്ച നടക്കുമോ? ഒന്നും ഉണ്ടാവില്ല. മോഹൻലാലിൻ്റെ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ ചർച്ചയായി, സമരമായി, വിഷയങ്ങൾ കത്തിക്കലായി. അങ്ങനെ സിനിമയ്ക്ക് കൂടുതലൊന്നും പറയുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇതുപോലത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസയുടെ തൃശ്ശൂരിൽ നിന്നപ്പോൾ എൻ്റെ ചാനൽ കാണാൻ, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ. താടിയൊക്കെ പഠിച്ചു, ഷേവൊക്കെ ചെയ്തു കേട്ടോ, മലയ്ക്ക് പോയി വന്നല്ലേ. ഓക്കെ.